ഇറാൻ തിരിച്ചടിക്കുന്നത് വലിയ ഒരു യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? എല്ലാ അർത്ഥത്തിലും പശ്ചിമേഷ്യ പിടിവിട്ട നിലയിലേക്കാണ് പോകുന്നത്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാൻ ദോഹയിലെയും ഇറാഖിലെയും ബഹ്റൈനിലെയും US ബേസുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി എന്ന് പറയുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിക്കും എന്ന് പറയുമ്പോഴും ഹോർമിസ് കടലെടുക്ക് അടയ്ക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നേവൽ ഫോഴ്സിലേക്ക് ആക്രമണം നടത്തുന്നതോ ഒക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരമൊരാക്രമണം നടന്നിരിക്കുന്നത്. ഖത്തറിലെ ദോഹയ്ക്ക് മുകളിൽ സ്ഫോടനങ്ങൾ നടക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരികയും അതിനു മുമ്പ് തന്നെ ദോഹയിലേക്കുള്ള എയർ സ്പേസ് അടയ്ക്കുകയും വിമാനങ്ങൾ മാറ്റുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്ന വാർത്ത വന്നു. സാധാരണ യുദ്ധങ്ങളിൽ മുൻധാരണയോടെ ആക്രമിക്കാറുണ്ട്. എന്നാൽ ഇത് മുൻധാരണയോടെയാണ് എന്നുള്ളത് അറിയാനായിട്ടില്ല. മറിച്ച് ഇത് ഒരു കടന്നാക്രമണമാണ് എന്ന നിലയിലേക്കെത്തിയാൽ ഇനി അമേരിക്കയ്ക്ക് നേർക്ക് നേരെ നിന്ന് ഈ ഗൾഫിലെ ബേസുകൾ ഉപയോഗിച്ച് യുദ്ധം നടത്താനുള്ള ഒരവസരമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മറുചേരിയിലേക്ക് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ എത്തിച്ചേരുമോ? ഒരുപക്ഷെ ഇന്ന് ഫോറിൻ മിനിസ്റ്റർ ഇറാനിലേത് പോയി റഷ്യൻ പ്രസിഡൻറ്റുമായി കണ്ടത് എന്ത് വിഷയം സംസാരിക്കാനാണ്? അവരുടെ അനുവാദത്തോടു കൂടിയാണോ ഈ റിട്ടാലിയേഷൻ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ധാരണയുണ്ടോ എന്നുള്ളത് ഇനി വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടത്. ഇറാൻ്റെ 3 ന്യൂക്ലിയർ സൈറ്റുകളിൽ അമേരിക്ക നടത്തിയ സ്റ്റെൽത്ത് ബോംബറുകളുടെ ആക്രമണത്തിന് ശേഷം തിരിച്ചടിക്കും എന്ന് ഇറാൻ പറഞ്ഞെങ്കിലും ഇത്ര വേഗത്തിൽ ഇതുപോലൊരു തിരിച്ചടിയാണ് ഉണ്ടാവുക എന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇതിന് തിരിച്ചടിച്ചാൽ അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറയുകയുണ്ടായി. ട്രംപ് ആക്രമണം നടത്തിയത് കോൺഗ്രസിൻ്റെ അനുവാദത്തോടു കൂടിയല്ല എന്ന ആരോപണവും ആക്ഷേപവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ US ബേസുകളിലേക്ക് ആക്രമിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് തീർച്ചയായും അമേരിക്കയോട് റിട്ടാലിയേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകും. അത് മറ്റൊരു ലോകയുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്ന രീതിയിലേക്കാവും കാര്യങ്ങൾ പോവുക. ഇതുതന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യരുടെ ജീവിതത്തെയും സാമ്പത്തിക ക്രമത്തെയും ഒക്കെ ബാധിക്കുകയും അപകടം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് വേഗം അവസാനിക്കേണ്ട യുദ്ധമാണ്. ഇത് അവസാനിച്ചില്ലെങ്കിൽ മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്കായിരിക്കും ഇത് നീങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.